ഒന്നുമില്ല, വിശ്രമിക്കുകയാണ്. അപ്പം അദ്ദേഹം കുറച്ച് നേരമെങ്കിലും സൂമിൽ വരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാലത്ത് ആലോചിച്ചതാണ്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അത് ആ സമയത്ത് നടന്നില്ല ആക്ച്വലി. അപ്പോൾ ഇന്ന് വൈകുന്നേരം അവിടെ ഏർലി മോർണിംഗ് ആണ്. ഇപ്പോൾ അദ്ദേഹത്തിനെ വളരെ ആദരപൂർവ്വം കുറച്ച് നേരം നമ്മളോട് സംവദിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ ഇളയിടം. ഒരു മിനിറ്റ്, കുറച്ച് ഓഡിയൻസിനെ കാണാൻ പറ്റും. ഈ കമ്പ്യൂട്ടർ നടുക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാക്കിലുള്ള കുറച്ച് പേരെ കാണാൻ പറ്റും. എന്തായാലും കാണുന്നുണ്ടെന്ന് കരുതുന്നു. സംസാരിച്ചോളൂ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങൾക്ക് അവിടെ സായാഹ്നാണ് എന്നറിയാം. നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ടതായിരുന്നു. നിർഭാഗ്യവശാലുണ്ടായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം എനിക്ക് അങ്ങനെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ സെപ്റ്റംബർ പകുതിയോടെയാണ് എനിക്കൊരു കാർഡിയാക് പ്രോബ്ലം രൂപപ്പെട്ടത്. അത് ഡോക്ടർമാരെ കണ്ട സമയത്ത് യാത്രയ്ക്ക് തടസ്സമില്ല എന്നാണ് അന്ന് പറഞ്ഞത്. അതനുസരിച്ച് പുറപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ദോഹയിൽ വെച്ച് ഒരു ശാരീരിക അസ്വാസ്ഥ്യം തോന്നിയതുകൊണ്ട് അവിടെ ഇറങ്ങി പരിശോധന നടത്തേണ്ടി വന്നു. അങ്ങനെ നടത്തിയപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള ദീർഘമായൊരു ലൈൻ അത്ര അഡ്വൈസബിൾ അല്ല എന്നാണ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മടങ്ങി പോരേണ്ടി വന്നത്. എന്തായാലും അതുമൂലം ഉണ്ടായ പ്രയാസങ്ങൾക്ക് ഞാൻ ആദ്യമേ തന്നെ എൻ്റെ ഖേദം അറിയിക്കുന്നു. വ്യക്തിപരമായ ഒരു തടസ്സം കൊണ്ടല്ല, പക്ഷെ നിർഭാഗ്യവശാൽ അതങ്ങനെ വന്നുപെട്ടു. മറ്റേതൊരു അവസരത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പറയാൻ പറ്റും. ലാനയുടെ വാർഷിക സമ്മേളനം സാഹിത്യത്തെക്കുറിച്ചുള്ള നാനാതരത്തിലുള്ള ആലോചനകൾ ഉൾപ്പെടുത്തിയാണ് സംവിധാനം ചെയ്തിരുന്നത്. 3-4 പ്രമേയങ്ങളെ മുൻനിർത്തി സംസാരിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് 3-4 പ്രമേയങ്ങൾ ഞങ്ങൾ പരസ്പര ചർച്ചയിലൂടെ രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത്തരം പ്രമേയങ്ങളെ മുൻനിർത്തിയുള്ള വിപുലമായ ഒരു സംഭാഷണത്തിന് ഞാനിപ്പോൾ മുതിരുന്നില്ല. അതിന് പറ്റിയൊരു സന്ദർഭമോ മാധ്യമമോ അല്ല ഇതെന്ന് തോന്നുന്നു. വളരെ ദീർഘമായി ഇത് സംസാരിക്കാൻ നിങ്ങളുടെ അവിടുത്തെ സമയവും 8 മണികളായിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ചുരുക്കം വാക്കുകളിൽ ഒരു സാഹിത്യ സംവാദവേദിയുടെ അല്ലെങ്കിൽ സാഹിത്യ പാരായണത്തിൻ്റെ സാഹിത്യ പരിശ്രമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ആ കാര്യത്തിൻ്റെ ഒരു പ്രാഥമിക രൂപരേഖ മാത്രം അവതരിപ്പിക്കാം. എപ്പോഴെങ്കിലും അത് വിപുലമായ രൂപത്തിൽ നിങ്ങളോട് തന്നെ സംവദിക്കാൻ മറ്റൊരവസരം കിട്ടും എന്ന പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് നമ്മൾ സാഹിത്യത്തിൽ താല്പര്യം പുലർത്തുന്നത്? അത് പല നിലയിൽ നമുക്ക് ഉത്തരം കാണാവുന്ന അല്ലെങ്കിൽ പല നിലകളിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് സാഹിത്യം? ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യം, സാഹിത്യം നമുക്ക് ഒരു രസാനുഭവം തരുന്നു. നമ്മൾക്കതൊരു ആസ്വാദന മൂല്യം നൽകുന്നു. അങ്ങനെ നമുക്കൊരു എസ്തെറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ലാവണ്യാനുഭൂതി എന്നോ സൗന്ദര്യാനുഭവം എന്നോ ഒക്കെ പറയാവുന്ന ഒന്നിലൂടെ വായനക്കാരെ അത് കടത്തിക്കൊണ്ടുപോകുന്നു എന്നതാണ് സാഹിത്യ വായനയെ സംബന്ധിക്കുന്ന ഏറ്റവും പഴയ ഒരു വീക്ഷണം. ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ അതിനെ സഹൃദയത്വം എന്നെല്ലാം പറയും. ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ തൻ്റെ രചനയിലൂടെ ആവിഷ്കരിക്കുന്ന അനുഭവത്തെ അതേപടി ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികമായ ശേഷിയെ, അനുശീലന ക്ഷമതയെ ഒക്കെയാണ് സഹൃദയത്വം എന്ന് പറയുന്നത്. അതായത് ഒരു കൃതിയിൽ സന്നിഹിതമായിരിക്കുന്ന സൗന്ദര്യാനുഭവത്തെ ഉൾക്കൊള്ളാനും അതിലൂടെ കടന്നു പോകാനും ഒക്കെയുള്ള
ഒരു പ്രാപ്തി, അങ്ങനെയുള്ളൊരു വായനക്കാരനെയോ വായനക്കാരിയോ ആണ് സഹൃദയത്വം എന്നൊക്കെയുള്ള ആശയത്തിലൂടെ നമ്മുടെ പാരമ്പര്യ ചിന്ത സൂചിപ്പിച്ചു പോന്നിട്ടുണ്ട്. എന്നാൽ അത് തെറ്റാണെന്ന് പറയുകയല്ല ഞാൻ. അതെല്ലാം സാഹിത്യത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായ ആശയങ്ങളാണ്. കാരണം സൗന്ദര്യാനുഭവപരമായ അല്ലെങ്കിൽ അനുഭൂതിയുടെ തലത്തിലുള്ള ഒരു വിനിമയം ഇല്ലാതെ ഒരാശയം അവതരിപ്പിക്കുന്നു എന്നതുകൊണ്ടോ ഒരു സവിശേഷമായ വസ്തുത പ്രതിപാദിക്കുന്നു എന്നതുകൊണ്ടോ ഒരു സാഹിത്യകൃതിക്ക് സാഹിത്യം എന്ന മൂല്യം കൈവരില്ല എന്ന് നമുക്കറിയാം. നാം ഒരു കവിത വായിക്കുമ്പോൾ ആ കവിത എന്തു പറയുന്നു എന്ന് മാത്രമല്ല, നിശ്ചയമായും ആ പറയുന്നതിലൂടെ നമ്മെ അത് വൈകാരികമായി സ്പർശിക്കുക കൂടി ചെയ്താലേ നമ്മളതിനെ സാഹിത്യമെന്ന് പൊതുവെ പരിഗണിക്കും. അതുകൊണ്ട് ആശയങ്ങളും വസ്തുതകളും ഒക്കെ സാഹിത്യത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് ശരിയാണെങ്കിലും ആശയങ്ങളെയോ വസ്തുതകളെയോ മുൻനിർത്തിയിട്ടല്ല, അനുഭൂതിയെ മുൻനിർത്തിയാണ് നാം സാഹിത്യ പാരായണത്തിന്, സാഹിത്യ അന്വേഷണങ്ങൾക്ക് മുതിരുന്നത് എന്നത് വളരെ പ്രാഥമികമായ ഒരു കാര്യമാണ്. അതിനെ നിഷേധിക്കേണ്ടതും ഇല്ല. എന്നാൽ ഇത്തരത്തിൽ മനുഷ്യർക്ക് സൗന്ദര്യാനുഭവപരമായ അനുഭൂതിയുടേതായ ഒരു തലം പ്രദാനം ചെയ്യുക മാത്രമാണോ സാഹിത്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണോ സാഹിത്യത്തിന്റെ ഒരേ ഒരു ദൗത്യം എന്ന ഒരു ചോദ്യം നമുക്ക് മറ്റൊരു നിലയിൽ ഉന്നയിക്കാം. അതിനപ്പുറം സാഹിത്യത്തിന് ചില സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ചർച്ചയുടെ വിഷയങ്ങളായി തീരുമാനിച്ചിരുന്നവയിൽ അത്തരം ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു. സാഹിത്യത്തിന്റെ ഒരു നൈതികത, സാഹിത്യത്തിൽ ഉൾക്കടങ്ങിയിട്ടുള്ള ഒരു എത്തിക്കൽ കണ്ടന്റ് എന്താ, സാഹിത്യം ഒരു എത്തിക്കൽ എക്സ്പ്രഷനാണ് എന്ന ഒരു ചോദ്യം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാൻ കഴിയും. സാഹിത്യം എത്തിക്കലാണ് എന്ന് പറയുന്നതിന് രണ്ട് തരത്തിൽ മനസ്സിലാക്കാം. അപ്പോ സാഹിത്യം ധാർമ്മികമായ ആശയങ്ങളെ പ്രതിപാദിക്കുകയും മനുഷ്യരെ സമുന്നതമായ ധാർമ്മിക ബോധ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യണമെന്ന് കരുതിയ എഴുത്തുകാരൻ, ലോകത്തെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ചിലര് അത്തരം വീക്ഷണം വെച്ച് പുലർത്തിയവരാണ്. ഉദാഹരണത്തിന് ലിയോ ടോൾസ്റ്റോയ്. ടോൾസ്റ്റോയുടെ അതിപ്രസിദ്ധമായ വാട്ട് ഈസ് ആർട്ട്, എന്താണ് കല എന്ന പ്രബന്ധം കലയെയും സാഹിത്യത്തെയും അടിസ്ഥാനപരമായി ഒരു ധാർമ്മിക പ്രചോദനത്തിന്റെ ഉപാധിയായിട്ടാണ് കണ്ടത്. അദ്ദേഹം ആദ്യകാലത്ത് അങ്ങനെയല്ല കരുതിയിരുന്നത്. പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് അന്നാ കരേനീനയോ പറാൻപീസോ ഒക്കെ എഴുതുന്ന സമയത്ത് അദ്ദേഹം ഈ ധാർമ്മിക പ്രചോദനം എന്ന ആശയത്തെ അത്ര ശക്തമായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നില്ലായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം ധാർമ്മികമായ ഉദ്ബോധനമാണ് കലയുടെ മൗലികമായ ലക്ഷ്യം എന്നൊരു വീക്ഷണത്തിലേക്ക് എത്തുകയും അതിന് പര്യാപ്തമല്ലാത്ത കലകളൊക്കെ വാസ്തവത്തിൽ കല എന്ന പദവിക്ക് അർഹമല്ല എന്നൊരു വളരെ സാധ്യം നിറഞ്ഞ അല്ലെങ്കിൽ ദുശാഠ്യം നിറഞ്ഞ ഒരു നിലപാടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന കാലകൃതിയാണ് അദ്ദേഹം സ്വയമേവ ഏറ്റവും പ്രധാനമായി കണ്ടത്. അദ്ദേഹത്തിന്റെ റിസറക്ഷൻ എന്നു പേരായ ഉയർത്തെഴുന്നേൽപ്പ് എന്ന കൃതിയാണ് അദ്ദേഹത്തിന്റെ മികച്ച കൃതിയായിട്ട് ടോൾസ്റ്റോയി അവസാന കാലത്ത് കരുതിയത്. അന്നാ കരേനീനയോ പറാൻപീസോ ഡെത്ത് ഓഫ് ഇവാൻ ഇല്ലിച്ചോ ഒന്നുമല്ല. എന്നാൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ കൃതികളിൽ ഇതെല്ലാം വായിച്ചു പോകുന്ന ഒരാൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് എന്ന അവസാന കൃതിയേക്കാൾ എത്രയോ ഉയരത്തിലാണ് അന്നയുടെയും യുദ്ധവും സമാധാനത്തിന്റെയും സ്ഥാനം നിന്ന് കാണാൻ പറ്റും. ഇങ്ങനെ സാഹിത്യം ഒരു ധാർമ്മിക വീക്ഷണത്തിന്റെ അവതരണമായിരിക്കണം എന്ന ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് വെച്ച് നോക്കിയാൽ ലോകത്തെ മഹത്തായ സാഹിത്യകൃതികൾ മിക്കവാറും പുറത്തായി പോകും. ദസ്തയേവ്സ്കിയെ പോലെ, ഷേക്സ്പിയറെ പോലെ, അല്ലെങ്കിൽ സർവാൻഡസിനെ പോലെ ഒക്കെയുള്ള എഴുത്തുകളൊന്നും മനുഷ്യരെ ധാർമ്മിക പ്രചോദനത്തിലേക്കല്ല കൊണ്ടുപോകുന്നതെന്ന് അത് വായിച്ചവർക്കറിയാം. ടോൾസ്റ്റോയുടെ ഇതേ വീക്ഷണം ഏതാണ്ട് പങ്കുപറ്റിയിരുന്ന ഒരാളാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി. ഗാന്ധിയും അടിസ്ഥാനപരമായ സാഹിത്യത്തിന്റെ സാമൂഹ്യ ധാർമ്മിക ഉള്ളടക്കത്തെയാണ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത്.
ഇതേ അളവിലല്ലെങ്കിലും കേരളത്തിലെ ആ വാദഗതി ഉയർത്തിയ ഒരാളായിരുന്നു കുട്ടിക്കൃഷ്ണ മാരാർ. മാരാര് സാഹിത്യം അടിസ്ഥാന ധാർമ്മിക മൂല്യങ്ങളെ പ്രചോദിപ്പിക്കുന്നതാകണം എന്ന് കരുതുകയും അതിന് പര്യാപ്തമല്ലാത്ത കലാവസ്തുക്കളെയൊക്കെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കവിയായ കുഞ്ചൻ നമ്പ്യാരെ, നമ്മുടെ ഭാഷയുടെ ചരിത്രത്തിലെ അതുല്യ പ്രതിഭയായ നമ്പ്യാരെ മാരാര് മിക്കവാറും വളരെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. സംസ്കാര ദൂഷകനായ കവി പരിഷ എന്ന വളരെ പരുഷമായ പ്രയോഗം മാരാര് നമ്പ്യാർക്കെതിരെ നടത്തുന്നുണ്ട്. അതെല്ലാം ഈ അടിസ്ഥാനത്തിലാണ്. അതായത് സാഹിത്യം ഒരു ധാർമ്മിക പ്രചോദനത്തിന് ഉതകണം എന്ന വീക്ഷണം. അങ്ങനെ ഒരു വീക്ഷണം വച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ലോകത്തെ മഹത്തായ കൃതികളിൽ 90% അങ്ങനെ പ്രത്യക്ഷമായ ഒരു ധാർമ്മിക പ്രചോദനം ഉയർത്തിപ്പിടിക്കുന്ന രചനകളല്ല. കൊയ്തയുടെ ഡോക്ടർ ഫൗസ്റ്റ് പോലെയോ ഡാന്റെയുടെ ഡിവൈൻ കോമഡി പോലെയോ, എന്തിന് മഹാഭാരതം പോലെ ഒരു കൃതി എടുത്താൽ തന്നെ അന്തിമമായ ഒരു പരമ ദുരന്തത്തിലേക്കാണല്ലോ മഹാഭാരതമോ രാമായണമോ ഒക്കെ ചെന്ന് ചേരുന്നത്. അല്ലാതെ ധാർമ്മികതയുടെ ഒരു വലിയ ആവിഷ്കാരമായിട്ട് മഹാഭാരതത്തെ കാണാൻ പറ്റില്ല. ഒരു കൊടിയ സർവനാശം, അന്തിമമായ തകർച്ച, ഇതെല്ലാമാണ് അതിലുള്ളത്. ലോകത്തെ മഹാഭൂരിപക്ഷം കൃതികളിലും നമുക്കത് കാണാൻ പറ്റും. അപൂർവം ഒരു ചുരുക്കം കൃതികൾ മാത്രമാണ് ഒരു അടിസ്ഥാന ധാർമ്മിക മൂല്യത്തെ ആദർശാത്മകമായി അവതരിപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ സാഹിത്യം എന്നതൊരു ധാർമ്മിക പ്രചോദന വസ്തുവായി മാറണമെന്ന വാദം കലയുടെ ചരിത്രത്തിലും സാഹിത്യത്തിന്റെ ചരിത്രത്തിലും കാര്യമായി വേരുള്ളതല്ല എന്ന് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്താണ് സാഹിത്യത്തിന്റെ നൈതിക അടിസ്ഥാനം? സാഹിത്യം നീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഞാനിതിന്റെ വിശദാംശങ്ങൾ ആകമാനം പറയുന്നില്ല, ഒരുപാട് സമയം എടുക്കാതെ വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കേണ്ടതാണ് ഉദാഹരണങ്ങളൊക്കെ വഴി. അതിനുള്ള ഒരു സന്ദർഭം അല്ലാത്തത് കൊണ്ട് ഞാൻ പ്രാഥമികമായി മാത്രം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. ഒരു ആശംസ പോലെ എന്നാണ് എന്നോട് പറഞ്ഞത്. കേവലമായ ഒരു ആശംസയേക്കാൾ നമ്മുടെ വിഷയവുമായി ബന്ധിപ്പിച്ച് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭാഷണത്തിന് ഞാൻ മുതിരുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ എന്താണ് സാഹിത്യത്തിന് കൈവരാവുന്ന ഒരു എത്തിക്കൽ കണ്ടന്റ്, അല്ലെങ്കിൽ സാഹിത്യം ഒരു എത്തിക്കൽ എക്സ്പ്രഷനായി തീരുന്നത് എവിടെ വെച്ചാണ്? ഞാൻ ആദ്യം പറഞ്ഞത് സാഹിത്യത്തെ ഒരു തീമാറ്റിക്കലി എത്തിക്കലായി കാണുന്ന ഒരു ഏർപ്പാടാണ്. സാഹിത്യത്തെ ഒരു തീമാറ്റിക്കലി എത്തിക്കൽ എന്ന നിലയിൽ കാണുന്നതിനെ കുറിച്ചാണ് ഞാൻ ടോൾസ്റ്റോയിയെ മുൻനിർത്തിയും ഗാന്ധിയെ മുൻനിർത്തിയും ഒക്കെ പറഞ്ഞത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു സാധ്യതയുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ വലിയ ശാസ്ത്രചിന്തകൻ കൂടിയായിരുന്ന കാൾ സാഗൻ അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ പുസ്തകങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരാശയം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, എ മിയർ ലുക്ക് ഇൻ ടു എ ബുക്ക് you will begin to hear the sound of another man, perhaps dead for 1000 years. ഏതെങ്കിലും ഒരു പുസ്തകത്തിലേക്കുള്ള വെറുമൊരു നോട്ടം മതി, you will begin to hear the sound of another man. നിങ്ങൾ മറ്റൊരാളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. perhaps dead for 1000 years. ഒരുപക്ഷേ 1000 കൊല്ലങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയ ഒരാളുടെ ശബ്ദം. വാസ്തവത്തിൽ സാഹിത്യത്തിന്റെ ഏറ്റവും മൗലികമായ സാധ്യത ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊരാളുടെ ശബ്ദം കേൾക്കുക, ഹിയർ ദ സൗണ്ട് ഓഫ് അനദർ മാൻ. ഒരുപക്ഷെ നമ്മുടെ കാലം വളരെ കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ നമ്മെ തന്നെ കേൾക്കുകയും നമ്മെ തന്നെ കാണുകയും സെൽഫിയുടെ കാലമാണല്ലോ. നമ്മെ തന്നെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയും നമ്മിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് സാഹിത്യം, വിശാലാർത്ഥത്തിൽ കല, നമ്മോട് പറയുന്നത് ദാ ഇത് കാണും എന്നാണ്. ജീവിതത്തെ കുറിച്ച് നമുക്കുള്ളൊരു വീക്ഷണത്തെ ഒരു കലാവസ്തു തിരുത്തും. നല്ല കലാവസ്തു എപ്പോഴും
നമുക്കപ്പുറമുള്ള മനുഷ്യർ, അവരുടെ ജീവിതങ്ങൾ, അതിലെ സങ്കീർണതകൾ, അതിലെ വ്യതിയാനങ്ങൾ, വഴിത്തിരിവുകൾ, ഇതെല്ലാം നമുക്ക് മുമ്പിൽ തുറന്നു വച്ച് നമ്മെ ജീവിതത്തെക്കുറിച്ചുള്ള കൂടുതൽ വിപുലമായ ഒരു ബോധ്യത്തിലേക്ക് കൊണ്ടുപോകും. മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാല് നമ്മളൊക്കെ മനുഷ്യരെന്ന നിലയ്ക്ക് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ജനിച്ച് ഏതെല്ലാമോ പ്രദേശങ്ങളിൽ 60, 70, 80 ഒക്കെ വർഷങ്ങൾ ജീവിച്ച് മണ്ണടിഞ്ഞു പോകുന്നവരാണ് എല്ലാ മനുഷ്യരും. നിലവിൽ അങ്ങനെയാണ്. ഇനി ഭാവിയിൽ അതിന് രൂപാന്തരം വന്നുകൂടാന്നില്ല. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം വെറുതെ നോക്കുകയായിരുന്നു. 1968 കേരളത്തിലെ ജീവിത ദൈർഘ്യം, ലൈഫ് എക്സ്പെക്ടൻസി 58 വയസ്സാണ്. ഇന്നത് 75 വയസ്സായി. ഏതാണ്ട് ഒരു 40-50 വർഷം കൊണ്ട് ഒരു 20 വർഷം നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചു. 950 മുമ്പ് അത് 50-ൽ താഴെയാണ്. ഇപ്പൊ അത് 75-ന് മുകളിലായി. അതുകൊണ്ട് അങ്ങനെ മാറ്റം വന്ന് മനുഷ്യർ, കുഞ്ചൻനമ്പ്യാരുടെ ഒരു കവിതയിൽ പറയുന്നത് പോലെ കാലമില്ലാത്ത കാലം എന്നൊരു കവിത കുഞ്ചൻനമ്പ്യാർ എഴുതിയിട്ടുണ്ട്. മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവന്റെയും മുത്തച്ഛൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യർ മരിക്കാണ്ടായ ജീവിതം പരമ ബോറായി തീരും. ഈ ജീവിതത്തിന്റെ ആകെ ഉറപ്പുള്ളൊരു കാര്യം എല്ലാവരും മരിക്കൂ എന്നുള്ളതാണ്. നമ്മളൊക്കെ മരിക്കൂ എന്നുള്ളത് കൊണ്ടാണ് ജീവിതം സന്തോഷമായിട്ടിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾക്കൊക്കെ അർത്ഥം ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് മരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ബോറായ ഒരു ജീവിതം പിന്നെ ഉണ്ടാവില്ല. വാസ്തവത്തിൽ ജീവിതത്തെ പ്രഷ്യസ് ആക്കുന്നത് മരണമാണ് എന്ന് മരണത്തെ ഭയക്കുന്ന ഓരോ സന്ദർഭത്തിലും നമ്മൾ വേറൊരു നിലയ്ക്ക് ആലോചിക്കേണ്ടത് ജീവിതത്തിന്റെ ഒരു ഇന്റേണൽ ഡയലക്റ്റിക് ആണ്. മരിക്കില്ല എന്ന് പറഞ്ഞാൽ ജീവിതം ഭയങ്കരമായ വൈരസ്യവും ജീവിതം ഭയങ്കരമായ പോറടിയായിരിക്കും. പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പഴയ ടെലഫോൺ ഡയറക്ടറി ഉണ്ടല്ലോ, ഇപ്പൊ ഡയറക്ടറി ഇല്ല, നമ്മളെല്ലാം മൊബൈലിലേക്ക് മാറി. അതിനു മുമ്പ് ഡയറക്ടറി ഉണ്ട്. അപ്പൊ ഡയറക്ടറിയെ കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു മനോഹരമായ ഒബ്സർവേഷൻ ഉണ്ട്. വിരസതയുടെ മഹാകാവ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ആയിരക്കണക്കിന് പേജുകൾ, അതിലെല്ലാം 10,000-കണക്കിന് നമ്പറുകൾ, പക്ഷെ ഒന്നും നമ്മളെ ആകർഷിക്കില്ല. വൈരസ്യ അല്ലാതെ യാതൊന്നും ഒരു ടെലിഫോൺ ഡയറക്ടറി നമുക്ക് ഒരു പുസ്തകം എന്ന നിലയ്ക്ക് വാഗ്ദാനം ചെയ്യില്ല. നോക്കുമ്പോൾ ഒരു നമ്പർ കിട്ടും എന്നതുപോലെ ഒരു വിരസതയുടെ മഹാകാവ്യം പോലെ ആയിത്തീരും മരണമില്ലെങ്കിൽ ജീവിതം. അതുകൊണ്ട് മരണ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ആ നിലയ്ക്ക് പറയാം. നിലവിൽ നമ്മളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 60-70 കൊല്ലം ജീവിച്ച് മരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ അനുഭവങ്ങൾ പരിമിതമാണ്. കാലത്തിലും സ്ഥലത്തിലും ലിമിറ്റഡാണ്. ടെമ്പറലായിട്ടും സ്പേഷ്യലായിട്ടും വളരെ ലിമിറ്റഡായ ഒന്നാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. വെല്ലുപ്പിള്ളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്തിരി വട്ടം മാത്രം കാണുന്നവർ ഇത്തിരി വട്ടം ചിന്തിക്കുന്നു. അല്പം കണ്ട്, അല്പം ചിന്തിച്ച്, അല്പം ജീവിച്ച് അങ്ങ് മരിച്ചു പോകും. ഇതാണ് മനുഷ്യാവസ്ഥ. ഈ ഇടുക്കത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഇത്തിരി വട്ടത്തിൽ നിന്ന് മനുഷ്യ ജീവിതത്തെ ഒരനന്തമായ വലിപ്പത്തിലേക്ക്, വിസ്തൃതിയിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവിഷ്കാരമാണ് സാഹിത്യം. അതെങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങളൊരു കഥ വായിക്കുമ്പോൾ, നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ, നമ്മളൊരു നാടകം വായിക്കുമ്പോൾ, ചരിത്രത്തിന്റെ ഏതോ അടരിൽ നിന്ന്, കാൾസാഗന്റെ ഭാഷയിൽ പറഞ്ഞാൽ പെർഹാപ്സ് ഡെഡ് ഫോർ 1000 years, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ഒരാളുടെ ശബ്ദം, അയാളുടെ അനുഭവം നമ്മിലേക്ക് വരും. അതൊരു വസ്തുതയായിട്ടല്ല, ഒരു ഫാക്ട് എന്ന നിലയിലല്ല നമ്മളത് കാണുന്നത്, മറിച്ചൊരു അനുഭവം എന്ന നിലയിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്തിന്റെ ഏത് കോണിൽ ഏതോ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ അനുഭവങ്ങളെ നമ്മുടെ അനുഭവങ്ങളാക്കി സ്വാംശീകരിക്കാനും അവയിലൂടെ വൈകാരികമായി കടന്നു പോകാനും, അങ്ങനെ നമ്മുടെ അനുഭവ മണ്ഡലത്തെ നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ പരിധികൾക്ക് അപ്പുറത്തേക്ക് തുറക്കാൻ കഴിയും. ഇതാണ് കല തരുന്ന, സാഹിത്യം തരുന്ന ഏറ്റവും വലിയ ഒരു വാഗ്ദാനം. സാഹിത്യത്തിന്റെ വിമോചന വാഗ്ദാനം എന്ന് പറയുന്നത് വിപ്ലവം വിജയിക്കട്ടെ എന്നുള്ള അതിന്റെ പ്രത്യക്ഷമായ മുദ്രാവാക്യവുമാണ്. മറിച്ച് അത് നമ്മളിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ മനുഷ്യർക്ക് വിട്ടുകളയാൻ ഏറ്റവും പ്രയാസമുള്ളത് എന്താന്ന് ചോദിച്ചാൽ അത് പണവും സമ്പത്തോ അധികാരവും ഒന്നുമല്ല, അവരവരെ വിട്ടുകളയലാണ്.
എനിക്ക് എന്നെ വിട്ട് കളയാൻ പറ്റില്ല. എൻ്റെ മൂല്യങ്ങൾ, എൻ്റെ ആശയം, എൻ്റെ ജീവിതം, എൻ്റെ ബോധ്യം, എൻ്റെ നിലപാടുകൾ, ഇതൊക്കെ പരമപ്രധാനമായി കാണുകയും നമ്മളൊക്കെ നമ്മളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യും. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയിൽ പറയുന്നുണ്ട്, എന്നിലൂടെ നടക്കാനേ എൻ്റെ കാലിനിറങ്ങിയതും എന്ന്. അങ്ങനെ നമ്മളൊക്കെ നമ്മിലൂടെ നടക്കുന്ന മനുഷ്യരാണ്, നമ്മിലൂടെ നടക്കാൻ പരിശീലിച്ചവരാണ്. നമ്മുടെ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, വായനകൾ, ജീവിത വീക്ഷണങ്ങൾ, ഇതിലൊക്കെ നമ്മളുണ്ട്. അങ്ങനെ നമ്മിലൂടെയാണ് നാം ലോകത്തെ കാണുന്നത്. അങ്ങനെ നമ്മിലൂടെ ലോകത്തെ കണ്ട് നമ്മളെ ലോകത്തിന്റെ ഒരു കേന്ദ്രമായി മനസ്സിലാക്കി ആണ് മനുഷ്യരൊക്കെ ജീവിക്കുന്നത്. കുഞ്ഞുണ്ണി മാഷ് തന്നെ വേറൊരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഞാൻ ഇങ്ങനെ ഇല്ലാണ്ടായാൽ ഈ ബ്രഹ്മാണ്ടവും ഇല്ലാണ്ടാകും, അമ്പട ഞാനേ എന്ന് പറയും. ഇത് മനുഷ്യാവസ്ഥയുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. അത് തെറ്റല്ല കേട്ടോ. നിങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് ലോകമില്ല. നിങ്ങൾ ഒരാളെ സംബന്ധിച്ച് ലോകമുള്ളത് അയാളുള്ളത് കൊണ്ടാണ്. ഞാനില്ലെങ്കിൽ എനിക്ക് ലോകമില്ല. നമ്മൾ ഓരോരുത്തരും ഇല്ലെങ്കിൽ നമുക്കും ലോകമില്ല. അതുകൊണ്ട് നമ്മുടെ ലോകത്തിന്റെ കേന്ദ്രത്തിൽ നമ്മളുണ്ട്. പക്ഷെ നമ്മുടെ ലോകത്തിന്റെ കേന്ദ്രത്തിൽ നമ്മളുണ്ട് എന്നത് ശരിയായിരിക്കെ തന്നെ നമ്മുടെ ലോകത്തിൽ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ നമുക്കൊരു വഴിയുണ്ട്. ആ വഴിയാണ് സാഹിത്യം. വേറൊരാളുടെ ദുഃഖം, വേറൊരാളുടെ സന്തോഷം, വേറൊരാളുടെ വിഷാദം, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ മനുഷ്യരുടെ ആഹ്ലാദ വിഷാദങ്ങൾ, അനുഭവങ്ങൾ, അതിലെ വൈരുദ്ധ്യങ്ങൾ, ഇതിലൂടെയൊക്കെ നമ്മൾ കൂടി കടന്നു പോകുന്നു എന്നതാണ് സാഹിത്യം തരുന്ന ഏറ്റവും വലിയ സാധ്യതകളിൽ. അങ്ങനെ നമ്മളെ ഓരോ വ്യക്തിയെയും അയാളുടെ വ്യക്തിപരമായ അനുഭവ സീമയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മനുഷ്യവംശത്തോളം വലിയ ഒരനുഭവ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സാഹിത്യത്തിന് കഴിയും. അതാണ് ഇപ്പോ മഹാഭാരതം എന്താണ് അന്തിമമായി നമ്മോട് പറയുന്നത്? എല്ലാ വിജയങ്ങളും നിരർത്ഥകമായി തീരും, എല്ലാ വിജയങ്ങളും നിരർത്ഥകമായി തീരും എന്നുകൂടി പറഞ്ഞിട്ടാണ് നമ്മൾ. പക്ഷെ പാണ്ഡവർ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞ് മിക്കവാറും അത് അവസാനിപ്പിക്കും. പാണ്ഡവർ യുദ്ധം ജയിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും അവസാനം എത്തുമ്പോ എന്താ പറയാ, എല്ലാ വിജയങ്ങളും നിലംപൊത്തുന്ന പാണ്ഡവ വിജയങ്ങളൊക്കെ നിരർത്ഥകമായി തീരുന്ന, കാൽമടമ്പിൽ അമ്പേറ്റ് കൃഷ്ണൻ മരിക്കുന്ന, ദ്വാരക കടലെടുത്തു പോകുന്ന, യദുവംശം തമ്മിൽ പോരാടി മരിക്കുന്ന, ഒടുവിൽ വാനപ്രസ്ഥ വേളയിൽ ഓരോരുത്തരായി നിലം പൊത്തുന്ന, അന്തിമമായി എല്ലാവരും നരകത്തിലെത്തുന്ന ഒരു ജീവിത ദൃശ്യം മഹാഭാരതത്തിലുണ്ട്. ശ്രീകൃഷ്ണരാജ് പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. മഹാഭാരതം അന്തിമമായ ഒരു വിഷാദത്തിന്റെ കഥയാണ് എന്ന് പറയും. ഇതൊരു സവിശേഷ വീക്ഷണമാണ്. നമ്മള് എല്ലാ വിജയങ്ങൾക്കുള്ളിലും പതിയിരിക്കുന്ന ഒരു പരാജയത്തെ, എല്ലാ ഉയർച്ചകൾക്കുള്ളിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു പതനത്തെ ലോകത്തിന്റെ ഏതോ കോണിലെ ജീവിതവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കും. ടോൾസ്റ്റോയ് അന്നാ കരീന തുടങ്ങുമ്പോൾ പറയും, ഓൾ ഹാപ്പി ഫാമിലീസ് ആർ ഹാപ്പി ഇൻ ദ സെയിം വേ, ഈച്ച് അൺഹാപ്പി ഫാമിലി അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേ. അസന്തുഷ്ടമായിരിക്കുക വഴി അനന്യമായിരിക്കുന്ന ഒരു ജീവിതം, സന്തുഷ്ടമായിരിക്കുന്നത് വഴി ഏകദാനമായിരിക്കുന്ന ഒരു ജീവിതം. അതുകൊണ്ട് അനന്യതയിലേക്കുള്ള പോക്ക് അസന്തുഷ്ടിയിലേക്കുള്ള പോക്കായി മാറും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് അന്ന നമ്മോട് പറയും. അപ്പൊ നമുക്ക് തന്നെ ആലോചിച്ചാൽ, അന്നയെപ്പോലെ ഒരു സ്ത്രീ നമ്മുടെ വീടിന്റെ പരിസരത്തുണ്ടെങ്കിൽ ഭർത്താവും കുഞ്ഞുങ്ങളും നല്ല ദാമ്പത്യവും